കാലിക്കറ്റിലെ മാർക്ക് ദാനത്തിൽ വിശദീകരണവുമായി സിൻഡിക്കേറ്റ്. ബാസ്ക് എന്നത് സെമി ജുഡീഷ്യൽ ബോഡിയാണെന്നും വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ അവകാശമുണ്ടെന്നുമാണ് സിൻഡിക്കേറ്റിന്റെ വിശദീകരണം. എന്നാൽ സെനറ്റിന്റെയും അക്കാദമിക് കൗൺസിലിന്റെയും നിയമങ്ങളെ മറികടന്ന് ബാസ്കിന് തീരുമാനമെടുക്കാനാകില്ലെന്ന് അക്കാദമിക് രംഗത്തെ വിദഗ്ധർ പറയുന്നു. വിദ്യാർത്ഥി പ്രശ്നപരിഹാര ബോർഡ് അഥവാ ബാസ്കിന്റെ നിർദ്ദേശപ്രകാരമാണ് ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ BSc ബോട്ടണി വിദ്യാർത്ഥിയായ ആകാശിന് 6 മാർക്ക് ദാനം ചെയ്യാൻ സിൻഡിക്കേറ്റ് തീരുമാനിച്ചത്. ഇത് വ്യക്തമാക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ ഓർഡർ റിപ്പോർട്ടറിന് ലഭിച്ചു. എന്നാൽ സെമി ജുഡീഷ്യറി ബോഡിയാണെന്നും വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ അവകാശമുണ്ടെന്നുമാണ് ബാസ്ക് അംഗങ്ങളുടെ വിശദീകരണം. ഡോക്ടർ KP പ്രദ്യുപ്നൻ, ഡോക്ടർ വസുമതി T, ഡോക്ടർ റിച്ചാർഡ് സ്കറിയ, ഡോക്ടർ വിനോദ് കുമാർ KP എന്നീ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചേർന്നതാണ് ബാസ്ക് കമ്മിറ്റി. എന്നാൽ ഇവരുടെ ഔദ്യോഗിക വിശദീകരണം ലഭ്യമായിട്ടില്ല. അതേസമയം സെമി ജുഡീഷ്യൽ ബോഡിയാണെങ്കിലും ബാസ്കിന് സർവകലാശാല നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രശ്നപരിഹാരം കാണാനാകൂ എന്നാണ് അക്കാദമിക് രംഗത്തെ വിദഗ്ധർ പറയുന്നത്. യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ അക്കാദമിക് കൗൺസിൽ ഒരു തീരുമാനമെടുത്താൽ അതിനെ മറികടന്നുകൊണ്ട് പ്രവർത്തിക്കാൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു ബോഡിക്കും അധികാരമില്ല. വൈസ് ചാൻസലർ, സിൻഡിക്കേറ്റ്, മറ്റു സബ് കമ്മിറ്റികൾ ഇവർക്കൊന്നും യാതൊരു അധികാരവുമില്ല. ഒരു പ്രത്യേക അധികാരവും ബാസ്ക് എന്ന് പറയുന്ന ഏജൻസിക്കില്ല. നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന് വിദ്യാർത്ഥിക്ക് എന്തെങ്കിലും അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊടുക്കേണ്ട ബോഡിയാണ് ബാസ്ക്. അതല്ലാതെ ഉള്ള നിയമത്തെ മറികടന്നുകൊണ്ടും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടും തീരുമാനമെടുക്കാൻ ബാസ്കിന് അധികാരമില്ല. 2016-19 ബാച്ചിലെ നിയമമനുസരിച്ച് ഒരു സെമസ്റ്ററിന്റെ പ്രാക്ടിക്കൽ പരീക്ഷയിൽ മാർക്കില്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞ ശേഷം അതേ സെമസ്റ്ററിൽ റീ അഡ്മിഷൻ എടുത്ത് പ്രാക്ടിക്കൽ വിജയിക്കണം. ഈ നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ മാർക്ക് ദാനം ചെയ്യാൻ നടന്നത്. റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.